ഓക്കെ, അപ്പോൾ ഹലോ ഗായ്സ്, ഹായ് ഗായ്സ്, ഞാൻ വ്ലോഗർ കിത്തു ഇവിടെ ഇരിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ടേക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും, ഉടനടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ എൻഡ് ഓഫ് എ ഗോൾഡൻ എറ സത്യമാണ്. കാരണം വിരാട് കോഹ്ലിയും റോഹിത്തും അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, അവർക്ക് ഇടയിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഫാൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയ പിടിയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അവർ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്ന് പറയുമ്പം അത് അല്ലറ ചില്ലറ റെക്കോർഡുകളല്ല. റോഹിത് ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച റെക്കോർഡ്, ഏറ്റവും കൂടുതൽ സെക്കൻഡ് മോസ്റ്റ് റൺസ്, പിന്നെ കോഹ്ലി അതുപോലെ തന്നെ കുറേ സെഞ്ചുറീസിൻ്റെ റെക്കോർഡ്, ഇതെല്ലാം കോഹ്ലിയും എടുത്തു വെച്ചിട്ടുണ്ട്. ചില നിർണായക കളികളിൽ പോലും പ്രഷർ പോലെ ഹാൻഡിൽ ചെയ്ത്, ഈ വേൾഡ് കപ്പിൽ തന്നെ പ്രഷർ പോലെ ഹാൻഡിൽ ചെയ്തിട്ട് 76 റണ്ണൊക്കെ അടിക്കുക എന്ന് പറയുമ്പം അത്രത്തോളം എളുപ്പമായിട്ടുള്ളൊരു കാര്യമേ അല്ല. ഇറ്റ് ഈസ് സോ ടഫ് ടു ഹാൻഡിൽ. അപ്പോൾ കോഹ്ലി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അത്രത്തോളം വിൽ പവറാണുള്ളത്. അതായത് ഒരുപക്ഷെ IPL കളിക്കുകയായിരിക്കും, പക്ഷേ ഈ ഇന്റർനാഷണൽ ഫോർമാറ്റിൽ നിന്നെല്ലാം വിരമിച്ചു. T20I ഫോർമാറ്റിൽ വിരമിച്ചു. റോഹിത്തും കൂടെ തന്നെ വിരമിച്ചു. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, പണ്ട് ഓസ്ട്രേലിയയിലൂടെ ഒരു കളി ഉണ്ടായിരുന്നു. അതായത് അവർ 300-ന് മേൽ അടിച്ച കളി, T20-യിലല്ല ODIയിൽ. അപ്പോൾ റോഹിത്തും ശിഖർ ധവാനും കൂടെ നിന്ന് തുടങ്ങി. അപ്പോൾ ശിഖർ ധവാൻ ഔട്ടായി, 90 എത്രയിലും ഔട്ടായി. പക്ഷേ വിരാട് കോഹ്ലിയും റോഹിത്തും കൂടെ നിന്ന് കളിച്ച കളി, എൻ്റെ പൊന്നു, രണ്ടുപേരും സെഞ്ചുറി നേടി. ശിഖർ ധവാൻ 92-ലോ മറ്റുമാണ് ഔട്ടായി പോയത്. രണ്ടുപേരും സെഞ്ചുറി നേടി ഭയങ്കര രീതിയിൽ 43 ഓവറായപ്പോൾ നമ്മൾ സുഖമായിട്ട് ആ 350-ന് മേലെ കൊണ്ടുണ്ടായിരുന്നു, 362 അത്ര റൺസ് നമ്മൾ ചേസ് ചെയ്തെടുത്തു. അതായത് ഈ വിരാട് കോഹ്ലിയും റോഹിത്തും നിന്ന് മാത്രം വളരെ ചുരുങ്ങിയ ബോൾസിൽ. അപ്പം ബാക്കി 7 ഓവർ ബാക്കി നിൽക്കുക നമ്മൾ ജയിച്ചു, 7 or 8. അതായത് ബാക്കി ഒരു 50-ന് മേല് ബോൾ ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ അതിന് മുമ്പ് 362 എന്ന് പറയുന്ന റണ്ണ്, 360 ആ റേഞ്ചുള്ള റണ്ണ് സുഖമായിട്ട് നമ്മൾ ചേസ് ചെയ്തെടുത്തു. എന്നിട്ട് പിന്നീട് പാകിസ്ഥാനോടെ വന്ന കളി, വേൾഡ് കപ്പിൽ തന്നെ പാകിസ്ഥാൻ്റെ കൂടെ വന്ന കളി, കോഹ്ലിയുടെ പെർഫോമൻസ് എടുത്ത് പറയാനുള്ളതാണ്. കാരണം കോഹ്ലി അന്ന് സ്ട്രൈക്കിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ കൂടെ തോക്കേണ്ടി വന്നേനെ. അശ്വിൻ്റെ കാര്യം എടുത്ത് പറയുന്നില്ല, കാരണം അശ്വിൻ വിരമിച്ചിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാറുള്ളത്. അപ്പം കോഹ്ലി അന്ന് ആ കളി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ആ ഒരു റണ്ണിലെത്തത്തില്ല, അത് ചേസ് ചെയ്തെടുക്കാനും പറ്റത്തില്ല. അപ്പം അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 പേരാണ് നമ്മളെ ഇന്ത്യൻ ടീം വിട്ട് പോയിരിക്കുന്നത്. T20I ഫോർമാറ്റിൽ ഇന്ത്യൻ ടീം വിട്ട് റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇനി വരുന്ന ജനറേഷന് അവർ കൊടുത്തേക്കുന്ന ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പം ഇറ്റ്സ് അൺഡിഫൈനബിൾ. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് നമുക്ക് അങ്ങനെ പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം ഇൻസ്പിറേഷനാണ് അവർ ഇനി വരുന്ന ജനറേഷന് കൊടുത്തേക്കുന്നത്. റോഹിത്ത് ഫുൾ ഷോട്ടിൻ്റെ രാജാവ് എന്ന് തന്നെ പറയാം. കോഹ്ലി ദി ക്ലാസിക് പ്ലെയർ കോഹ്ലി. ഞാനൊരു റോഹിത് ഫാൻ ആയാലും എനിക്ക് കോഹ്ലിയെ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ എല്ലാ റോഹിത് ആരാധകർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു ആലോചന എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പം ഇവർ രണ്ടും പോയാൽ ഇനി വേറെ വരുന്ന ആരായിരിക്കും? ഒരുപക്ഷെ KL രാഹുൽ വന്നേക്കാം. പക്ഷേ കോഹ്ലി റോഹിത്തും തമ്മിലുള്ള ഇമ്പാക്റ്റ്, അവരെത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തു അത്രത്തോളം ഇമ്പാക്റ്റ് ഒന്നും രാഹുലിനെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇനി വരാൻ പോകുന്ന ഓപ്പണേഴ്സ് എന്ന് പറയുമ്പം 1 ശുഭ്മാൻ ഗില്ല്, 2 ജയ്സ്വാളിന് ഒറ്റ ഐഡിയോളജിയേ ഉള്ളൂ. അതായത് റോഹിത്ത് കളിക്കുന്നത് പോലെ പവർ പ്ലേയിൽ റോഹിത്തിനെ പോലെ കളിക്കാൻ ഇന്നേ വരെ ഒരാളും ഇല്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയും. പവർ പ്ലേയിൽ ഇന്നേ വരെ ആരും റോഹിത്ത് കളിച്ചതുപോലെ കളിച്ചിട്ടില്ല. റോഹിത്ത് 6 ഓവറിൽ 60 അടിക്കുന്ന ടീമാണ്, ചിലപ്പോൾ 6 ഓവറിൽ 100 അടിക്കും. ആ ടീമാണ് റോഹിത്ത്. പക്ഷെ കോഹ്ലി അങ്ങനെയല്ല. 6 ഓവർ കളിക്കുമെന്ന് പറഞ്ഞാൽ കോഹ്ലി കളിച്ചിരിക്കും. അത് ഫുള്ള് ക്ലാസിക് പ്ലേ ആയിരിക്കും. അടി ഇടി എന്നല്ല,
അടിയൊന്നുമല്ല കോഹ്ലിക്ക്. കോഹ്ലി ഏറ്റവും കൂടുതൽ, രോഹിത് ഏറ്റവും കൂടുതൽ 6 അടിക്കാനാണ് നോക്കുന്നത്. പക്ഷെ കോഹ്ലി ഏറ്റവും കൂടുതൽ 4 അടിച്ച് ടീമിനെ റൺസ് കയറ്റുക. രോഹിത്തിന്റെ ഉത്തരവാദിത്തം ഇത്രയേ ഉള്ളൂ, ടീമിന് നേരായ വഴിയിലൂടെ നമ്മൾ ജയം കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം. രോഹിത് പവർ പ്ലേയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു കുഴപ്പമില്ല. 6 ഓവറിൽ എന്തായാലും ഒരു 20 ഓവർ മാച്ചിൽ ഒരു 6 ഓവറിൽ എന്തായാലും 60-ന് മേൽ സ്കോർ നമുക്ക് രോഹിത് നിൽപ്പുണ്ടെങ്കിൽ കിട്ടും എന്ന് ഉറപ്പാണ്. പക്ഷേ ഇനി വരുന്ന തലമുറയ്ക്ക് അത് സാധിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ I am feeling so sad by hearing these two legends retirement.